സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലെ ആദ്യത്തെ ഒരു സെക്ഷനാണ്. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് കൺസേണിങ് മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ. അതായത് നമ്മുടെ നോർമൽ പോപ്പുലേഷൻ്റെ മീനിൻ്റെ വാല്യൂ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ മീനിൻ്റെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഹൈപ്പോത്തിസിസ്, അത് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഈസ് നോൺ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയുടെ വാല്യൂ അറിയാമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിംഗ് എന്താണ്? കൺസേണിങ് മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ. നമ്മുടെ നോർമൽ പോപ്പുലേഷൻ്റെ മീനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന കേസ് അല്ലെങ്കിൽ എന്താ, നമ്മൾ അതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, സിഗ്മയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ബാർ denote the mean of a random sample of size n taken from n mu sigma. അതായത് നമ്മുടെ നോർമൽ പോപ്പുലേഷൻ n mu സിഗ്മയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു റാൻഡം സാമ്പിളാണ്. ആ സാമ്പിളിൻ്റെ സൈസ് n ആണ്. എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിൻ്റെ സൈസ് ചിലപ്പോൾ 10 ആവാം, ചിലപ്പം 100 ആവാം. 10 ആണെങ്കിൽ അത് സ്മോൾ സാമ്പിളാണ്, 100 ആണെങ്കിൽ അത് ലാർജ് സാമ്പിൾ. ഇനി അങ്ങനെ എടുത്ത ഒരു സാമ്പിളിൻ്റെ മീനാണ് ഈ എക്സ് ബാർ. എക്സ് ബാർ എപ്പോഴും മീനായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് ബാർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റിംഗ് ആണ്? ഫോർ ടെസ്റ്റിംഗ് എ ഹൈപ്പോത്തിസിസ് ഓഫ് ദ ഫോം എച്ച് നോട്ട് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട്. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. എന്തിൻ്റെ ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്? മീനിൻ്റെ ടെസ്റ്റിംഗ്, പോപ്പുലേഷൻ മീനിൻ്റെ ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നോക്കുവാണ് മ്യൂവിൻ്റെ വാല്യൂ മ്യൂ നോട്ട് ആണോ എന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എച്ച് നോട്ട് മ്യൂവിൻ്റെ വാല്യൂ 5 ആണോ എന്നായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ മ്യൂ നോട്ട് എന്ന് പറയുന്നതാണ് ഈ 5 കേട്ടോ. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പം മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് മ്യൂവിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെന്ന് നോക്കും. വെൻ സിഗ്മ ഈസ് നോട്ട്, സിഗ്മ അറിയാവുന്ന കേസിലാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാ? ഇതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. നമുക്ക് പഠിക്കണം, ഓരോ കേസിലും ഓരോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പഠിക്കണം. ടി എന്താണ്? ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ മീൻ മൈനസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മ്യൂവിൻ്റെ വാല്യൂ 5 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ എക്സ് ബാറിനകത്ത് നിന്ന് ഈ മ്യൂ നോട്ട് ഈ കേസിൽ നോക്കുവാണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n. ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ഏതാ? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നോർമലിൻ്റെ ടേബിളെ നോക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ അല്ലേ N01, ആ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളെ നോക്കണം. എന്നിട്ട് നമുക്ക് എന്താണ്, ഒരു ക്രിട്ടിക്കൽ റീജിയൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എച്ച് നോട്ട് ആണ് എഴുതിയത് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഓൾട്ടർനേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എച്ച് നോട്ട് ഉണ്ടെങ്കിൽ ഒരു H1 വേണമല്ലോ. അപ്പോൾ ആ H1 എന്തൊക്കെയാവാം? മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്. നമ്മൾ പറഞ്ഞു മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ആണ് നമ്മുടെ എച്ച് നോട്ട്. അപ്പോൾ എച്ച് നോട്ട് തെറ്റാണെങ്കിൽ, ഇത് തെറ്റായി പോയാൽ നമുക്ക് ഏതൊക്കെ കേസസ് വരാം? ഒന്നെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആയിരിക്കും, അല്ല മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ജനറലി നമുക്ക് പറയാം മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആയിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ 3 ഏതെങ്കിലും ഒരെണ്ണവേ നമ്മുടെ H1 ആകത്തുള്ളൂ. അപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണ് നമ്മുടെ H1 എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീജിയൻ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ എന്നുള്ള, അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫയ്ക്ക് പകരം ഇസഡ് ആൽഫ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇസഡ് റെപ്രസെൻറ്റ്സ് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ആണ് ക്രിട്ടിക്കൽ റീജിയൻ. ഈ ഓരോ കറസ്പോണ്ടിങ് H1ഉം അതിൻ്റെ CRഉം പഠിച്ചിരിക്കണം. എന്തായിരുന്നു CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്ഷൻ റീജിയൻ. അതായത് H നോട്ട് റിജക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന റീജിയനാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡിലെ ടി എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. അത് നമുക്കൊരു വാല്യൂ കിട്ടും. എങ്ങനെയാണ് ടിക്ക് വാല്യൂ കിട്ടുന്നത്? ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ആണെന്ന് നമുക്കറിയാം അല്ലേ. മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടിക്ക് ഒരു വാല്യൂ കിട്ടും. ഇനി ടി ആൽഫ എന്നുള്ള വാല്യൂ നമ്മൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇസഡ് ആൽഫയാണ് ടി ആൽഫ, അല്ലെങ്കിൽ അത് N01 നിന്നാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ടേബിളിൻ്റെ വാല്യൂ
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് ടി ആൽഫ ഈസ് ഒബ്റ്റെയിൻ ഫ്രം സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. അപ്പൊ നമ്മൾ ഈ സിഗ്മ നോൺ ആവുന്ന കേസിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ് നോക്കണ്ടേ. സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇനി ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലാണ്. ഇതാണ് നമ്മുടെ ആ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന എന്താ, ജനറലി പറയുവാണെങ്കിൽ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട്. മ്യൂവിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ മ്യൂ നോട്ട് ആണോ എന്ന് നോക്കും. നമുക്കറിയാം സിഗ്മ ഈസ് നോൺ, സിഗ്മ അറിയാം. അപ്പൊ സിഗ്മ അറിയാവുന്ന കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിലാണ് നോക്കട്ടെ. അപ്പൊ ഈ സിഗ്മ അറിയാവുന്ന കേസിൽ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് ഏതാ, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n ആണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എപ്പോഴും സെയിം ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഓൾട്ടർനേറ്റീവ്സ് ആ ഉള്ളത്. ഏതൊക്കെയാണ്, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. അപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ ഇസഡ് ആൽഫയാണ്. ഇനി മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിലോ അവിടുത്തെ ക്രിട്ടിക്കൽ റീജിയൻ ടി ലെസ് ദാൻ മൈനസ് ഇസഡ് ആൽഫയാണ്. ഇനി മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ, ഈ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ 2 tailed ടെസ്റ്റ് എന്ന് പറയും. അതായത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആവാം, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആവാം. അതുകൊണ്ടാണ് ഇത് 2 tailed പറഞ്ഞത്. ഇവിടെ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ മ്യൂവിന്റെ വാല്യൂ എപ്പോഴും മ്യൂ നോട്ടിന് മേളിലോട്ടേ ആയിരിക്കത്തുള്ളൂ, ഒരു സൈഡിലോട്ടേ ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് 1 tailed ആണ്. അപ്പൊ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ 2 tailed ആണ്. അതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 എന്ന് എടുക്കുന്നത്. 2 tailed ആയതുകൊണ്ടാണ് ക്രിട്ടിക്കൽ റീജിയൻ അങ്ങനെ എടുക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അവിടെ നോട്ടിൽ എന്താ പറയുന്നത്, in the above test procedure we assume that the population is normally distributed and variance sigma square is not. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ അറിയാമായിരിക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ് എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ √n. നമ്മൾ മറ്റേ കോൺഫിഡൻസ് ഇന്റർവെലൊക്കെ പഠിച്ചപ്പം സെൻട്രൽ ലിമിറ്റ് തിയറി ഒക്കെ വെച്ചിട്ട് പറഞ്ഞായിരുന്നു എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ √n ആണ്. അപ്പം ആ ട്രാൻസ്ഫോർമേഷൻ എക്സ് ബാറിൽ നിന്ന് മീൻ മൈനസ് ചെയ്തു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്നത് N01 ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ സപ്പോസ് നമുക്ക് സിഗ്മ സ്ക്വയർ അറിയത്തില്ല. നമ്മളിപ്പോൾ പറഞ്ഞത് സിഗ്മ അറിയാവുന്നുള്ള കേസിൽ ഇത് യൂസ് ചെയ്യാനല്ല പറഞ്ഞേ. ഇപ്പൊ നമുക്ക് സിഗ്മ സ്ക്വയർ അറിയത്തില്ലെന്ന് വിചാരിക്കാം, പക്ഷെ നമ്മുടെ സാമ്പിളിന്റെ സൈസ് n ലാർജ് ആണ്. n എപ്പോഴാണ് ലാർജ് ആവുന്നത്, എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 30 ആകുമ്പോൾ അല്ലെ. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആകുമ്പോഴാണ് n ലാർജ് ആണ് പറഞ്ഞത്. അപ്പൊ സിഗ്മ അറിയത്തില്ല, പക്ഷെ n ലാർജ് ആണ്. അപ്പൊ നമുക്ക് ബൈ സെൻട്രൽ തിയറം അല്ലെങ്കിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, n ലാർജ് ആവുന്ന കേസിൽ സിഗ്മ സ്ക്വയർ തന്നെയായിരിക്കും എസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n നമുക്ക് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വെൻ n ഇസ് ലാർജ്. അപ്പം ഇതിന്റെ തന്നെ ഒരു വേറൊരു കേസാണ് എന്താ, n ലാർജ് ആണ് ബട്ട് സിഗ്മ അൺനോൺ. n ലാർജ് ആണ്, അപ്പോൾ സിഗ്മ നമുക്ക് അറിയത്തുമില്ലെന്ന് വിചാരിക്കാം. സിഗ്മ അൺനോൺ ആണ്, n ലാർജ് ആണ്. അപ്പൊ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ തന്നെയാണ് എസ് ആരാ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി വേറൊരു കേസാണ് പോപ്പുലേഷൻ നോർമൽ പോപ്പുലേഷൻ അല്ല, പോപ്പുലേഷൻ നോർമലേ അല്ല, പക്ഷെ സാമ്പിൾ സൈസ് n ലാർജ് ആണ്. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം വഴി നമുക്ക് എന്ത് പറയാം, ഇതേ കേസ് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്ന 4 കേസസ് ആ ഉള്ളത്, ഇത് ഓർത്തിരിക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് പ്രൊസീജിയർ അതായത് മ്യൂ ടെസ്റ്റ് ചെയ്യുന്നു, എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു വെൻ പോപ്പുലേഷൻ ഈസ് നോർമൽ. പോപ്പുലേഷൻ നോർമൽ ആണ്, സിഗ്മ അറിയാം ആൻഡ് n ഇസ് സ്മോൾ. n ചെറുതാണെങ്കിലും നമുക്ക് സിഗ്മ അറിയാമല്ലോ, അതുകൊണ്ട് ഈ ടെസ്റ്റ് പ്രൊസീജിയർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ n ലാർജാ, സിഗ്മ അറിയാം, അവിടെയും നമുക്കൊരു പ്രശ്നമില്ല, ഈ ടെസ്റ്റ് പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യും. ഇനി സിഗ്മ അറിയത്തില്ലെന്ന് വിചാരിക്കാം, പക്ഷേ n ലാർജ് ആകുമ്പോൾ സിഗ്മ അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സിഗ്മയുടെ വാല്യൂ തന്നെയാണ് നമ്മുടെ എസിന്റെ വാല്യൂ, അപ്പോഴും ഈ ടെസ്റ്റ് പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യാം. പിന്നെ പോപ്പുലേഷൻ നോർമലേ അല്ല, പക്ഷേ എന്നിന്റെ വാല്യൂ ലാർജ്, അപ്പോഴും നമ്മൾ ഈ ടെസ്റ്റ് പ്രൊസീജിയർ യൂസ് ചെയ്യും. ഡ്യൂ ടു എന്താണ്, സെൻട്രൽ ലിമിറ്റ് തിയറം. സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നോർമൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോലും എന്നിന്റെ വാല്യൂ വലുതാകുമ്പോൾ ഈ പോപ്പുലേഷൻ നോർമൽ ആകും. അപ്പൊ 4 കേസസ് ആ ഉള്ളത്. സിഗ്മ അറിയാവുന്നതിൽ തന്നെ 2 കേസസ് ഉണ്ട്, n സ്മോൾ n ലാർജ്.
സിഗ്മ അറിയാവുന്ന കേസിൽ തന്നെ n സ്മോള് n ലാർജ്. ഇനി സിഗ്മ അറിയത്തില്ലാത്ത കേസിൽ n ലാർജ് ആയിരിക്കണം. ഇനി പോപ്പുലേഷൻ നോർമലേ അല്ലെങ്കിലും n ലാർജ് ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കേസേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ദാറ്റ് ദിസ് ടെസ്റ്റ് പ്രൊസീജിയർ കനോട്ട് ബി യൂസ്ഡ് വെൻ പോപ്പുലേഷൻ ഇസ് നോർമൽ, സിഗ്മ ഈസ് അൺനോൺ ആൻഡ് n is സ്മോൾ. അതായത് സിഗ്മയുടെ വാല്യൂ അറിയത്തില്ല, എന്നും ചെറുതാണ്. അപ്പൊ ഈ ഒരു കേസിൽ ഈ പ്രൊസീജിയർ യൂസ് ചെയ്തില്ല. അതിന് വേറൊരു ടെസ്റ്റ് പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തോണം, നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും സിഗ്മയുടെ വാല്യൂ അറിയത്തില്ല. സിഗ്മയുടെ വാല്യൂ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എസ് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ n ചെറുതാണ്, n ലെസ് ദാൻ 30 ആണ്. ആ കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കനോട്ട് ബി യൂസ്ഡ് എന്നാണ്. അത് ശ്രദ്ധിച്ചോണം. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. So question ഇതാണ്, a sample of 100 students is taken from the students of a college with heights having standard deviation 10. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഒരു സാമ്പിൾ ആണ്, ആ സാമ്പിളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 100 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ട് അവിടെ? 100 പേരുണ്ട്. സോ സാമ്പിളിന്റെ സൈസ് n അല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ n ആണ് 100. അപ്പൊ n 100 എന്ന് പറഞ്ഞാൽ ഇത് ലാർജ് ആണോ സ്മോൾ സാമ്പിൾ ആണോ? ലാർജ് സാമ്പിൾ അല്ലേ? സോ നമുക്ക് എഴുതാം ഇത് ലാർജ് സാമ്പിൾ ആണ്. എന്നിന്റെ വാല്യൂ 100 ആയതുകൊണ്ട് ഇത് ലാർജ് സാമ്പിൾ ആണ്. അടുത്തത്, a sample of 100 students is taken from the students of a college with heights having standard deviation 10. അതായത് സ്റ്റുഡൻസിനെ എടുത്തിരിക്കുന്ന കോളേജ് അല്ലെ, ആ കോളേജിലെ ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത് അവിടെ? ഈ കോളേജ് അല്ലേ നമ്മുടെ പോപ്പുലേഷൻ, ആ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് സിഗ്മയാണ് 10 എന്ന് തന്നിരിക്കുന്നത്, 10 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത് സിഗ്മയെന്ന് മനസ്സിലാക്കിയത്? ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ് ഇസ് ടേക്കൻ ഫ്രം ദ സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് വിത്ത് ഹൈറ്റ്സ്. അതായത് കോളേജിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 10. അപ്പൊ കോളേജ് ആണ് നമ്മുടെ പോപ്പുലേഷൻ അല്ലെ, ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ ആണ് ഈ 100. അപ്പൊ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളതുകൊണ്ട് സിഗ്മയുടെ വാല്യൂ ആണ് 10. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മീൻ ഹൈറ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് വാസ് ഫൗണ്ട് ടു ബി 168.8. അതായത് നമ്മുടെ ഈ സാമ്പിൾ എടുത്തല്ലോ, ഈ 100 പേരുടെ സാമ്പിൾ എടുത്തല്ലോ, ആ 100 പേരുടെ സാമ്പിൾ എടുത്തവരുടെ മീനാണ് 168.8. അതായത് സാമ്പിളിന്റെ മീൻ അല്ല ഈ 168.8. അതുകൊണ്ട് തന്നെ എക്സ് ബാർ ആണ് ഈ 168.8 എന്ന് പറയുന്നത്. എക്സ് ബാർ ആണ് 168.8. അതെങ്ങനെ മനസ്സിലായത്? മീൻ ഹൈറ്റ് ഓഫ് സാമ്പിൾ സ്റ്റുഡൻസ് എന്നാ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സാമ്പിൾ ഈ 100 പേരുടെ മീൻ ഹൈറ്റ്, അപ്പൊ സാമ്പിളിന്റെ മീൻ ആണ് എക്സ് ബാർ 168.8. ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ ബി അക്സെപ്റ്റ് ദ അസംഷൻ ദാറ്റ് ദ മീൻ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ കോളേജ് ഇസ് 170. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് ഇവിടെ ഒരു അസംഷൻ ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്റ്റുഡൻസ് ഓഫ് ദ കോളേജ്, കോളേജിലെ സ്റ്റുഡൻസിന്റെ മീൻ ഹൈറ്റ് അല്ലെ, മീൻ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ കോളേജ്. അപ്പൊ കോളേജ് അല്ലേ പോപ്പുലേഷൻ, കോളേജ് ആണ് പോപ്പുലേഷൻ. അപ്പൊ പോപ്പുലേഷന്റെ മീൻ ഹൈറ്റ്, അതായത് പോപ്പുലേഷന്റെ മീൻ 170 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ടെസ്റ്റിംഗ് ഓഫ് മീൻ ആണ്. എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ ഹൈറ്റ് 170 ആണോ നോക്കാനാ അല്ലെ. മീൻ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ കോളേജ്, അതായത് പോപ്പുലേഷൻ, കോളേജ് ആണ് പോപ്പുലേഷൻ, ആ പോപ്പുലേഷന്റെ മീൻ ഹൈറ്റ് 170 ആണോ നോക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ്, സാമ്പിളിന്റെ സൈസ് ആണ് 100, ഈസ് ടേക്കൻ ഫ്രം ദ സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് വിത്ത് ഹൈറ്റ്സ് ഹാവിംഗ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 സെന്റിമീറ്റർ. അപ്പൊ കോളേജിലെ പിള്ളേരുടെ സാമ്പിളാണ് എടുത്തത്. അപ്പൊ കോളേജിലെ ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 സെന്റിമീറ്റർ ആണ്. ദ മീൻ ഹൈറ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് വാസ് ഫൗണ്ട് ടു ബി 168.8 സെന്റിമീറ്റർ. അപ്പൊ ഈ സാമ്പിൾ എടുത്ത ഈ പിള്ളേരുണ്ടല്ലോ, പിള്ളേരുടെ സാമ്പിളിന്റെ മീൻ ഹൈറ്റ് 168.8 ആണ്. അപ്പം എക്സ് ബാർ ആണ് സാമ്പിൾ മീൻ. അപ്പൊ എക്സ് ബാർ ആണ് 168.8. ക്വസ്റ്റ്യൻ ഇതാണ്, can we accept the assumption that the mean height of the students of the college is 170 centimeter? അതായത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ നമ്മുടെ അസംഷൻ? കോളേജിലെ എല്ലാ പിള്ളേരുടെയും ഹൈറ്റ്, മീൻ ഹൈറ്റിന്റെ മീൻ 170 ആണ്.
അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കണം. നമ്മൾ അവിടെ ടേബിൾ നോക്കണമെങ്കിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ അറിയണം അല്ലേ? നമ്മൾ ആൽഫ വെച്ചിട്ടാണ് ടേബിൾ അല്ല ഫിഗർ ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടില്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ എപ്പോഴും 0.05 ആയിരിക്കും. അത് നോട്ട് ചെയ്തോണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ 0.05 ആണ്. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യമേ നോട്ടിൽ എഴുതിയെന്നെ. സോ നമുക്ക് ആദ്യമേ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു എഴുതാം. എന്തൊക്കെയായിരുന്നു? എന്നിൻ്റെ വാല്യൂ 100 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മയുടെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ബാറിൻ്റെ വാല്യൂ 168.8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആൽഫ തന്നിട്ടില്ല, പക്ഷെ ആൽഫ തന്നിട്ടില്ലാത്ത കേസിൽ ആൽഫയുടെ വാല്യൂ 0.05 ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മളിവിടെ ആദ്യമേ H0ഉം H1ഉം എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അപ്പൊ H0 എന്താ? H0 എപ്പോഴും ഇരിക്കുന്നത് μ=μ0 എന്നുള്ള ഫോമിലായിരുന്നു. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? H0 നമ്മുടെ മ്യൂവിന്റെ വാല്യൂ 170 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ 170 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം എഗൻസ്റ്റ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? H1 മ്യൂ ഗ്രേറ്റർ ദാൻ 170 വരുമോ, ലെസ് ദാൻ 170 വരുമോ, നോട്ട് ഈക്വൽ ടു 170 വരുമോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 170 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ H1 എന്തായിരിക്കും? അതിന്റെ ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? 170 അല്ലേ? അവിടെ ഗ്രേറ്റർ ദാൻ 170 ആണോ എന്നാണോ ചോദിച്ചിരിക്കുന്നത്? അല്ലല്ലോ. ലെസ് ദാൻ 170 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അല്ല. 170 ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് H0 എപ്പോഴും μ=170 എന്നുള്ള ഫോമിലായിരിക്കും. നമ്മുടെ H1 അപ്പോൾ μ=170 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറയാം, ഇത് 2 tailed ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ H0ഉം H1ഉം എഴുതണം. എഴുതി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ മൈനസ് μ0 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √10 ആണ്. അപ്പൊ നമ്മുടെ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ് ബാർ എത്രയാ? 168.8 മൈനസ് μ0 എത്രയാ? 170 ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ √100. അപ്പം 168.8 മൈനസ് 170 എന്ന് പറയുന്നത് എത്രയാ? -1.2 ആണ്. ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ √100ന്റെ വാല്യൂ 10 തന്നെയാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ -1.2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എത്ര? ടിയുടെ വാല്യൂ -1.2 ആകും. ഇനി നമുക്ക് ആൽഫയുടെ വാല്യൂ 0.05 ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ഏതാ? ഇത് H1 μ=μ0 അല്ലേ? H1 μ=μ0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീജിയൻ ഏതായിരുന്നു? ആ ഫസ്റ്റ് ടേബിളിൽ നമ്മൾ പഠിച്ചപ്പം മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z∝/2 എന്നുള്ളതായിരുന്നു നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ഇവിടെ ആൽഫയുടെ വാല്യൂ ആണ് 0.05. അപ്പൊ α/2 എത്രയാ? 0.025 ആണല്ലോ. അതുപോലെ തന്നെ ടിയുടെ വാല്യൂ ആണ് -1.2. അപ്പൊ മോഡുലസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആണെങ്കിൽ അത് പ്ലസ് വാല്യൂ ആകും. പ്ലസ് വാല്യൂ ആണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പൊ CRൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മോഡുലസ് ഓഫ് ടിയുടെ അവിടെ 1.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z∝/2 എന്നല്ലേ? അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി Z∝/2 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതിനാണ് നമ്മൾ ടേബിൾ നോക്കുന്നത്. നമുക്ക് ടേബിളിൽ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ എന്താ? ഫിഗർ വരയ്ക്കണമല്ലോ. അപ്പൊ നമ്മൾ ഫിഗർ വരയ്ക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് വരച്ചു. നടുക്ക് 0. ഇനി α/2 ആണ് 0.025 ആണല്ലോ. അപ്പം α/2 0.025 ആകുമ്പോൾ നമ്മൾ എവിടെ ഇത് വരയ്ക്കുന്നത്? നമുക്ക് ഈ സാധന കണ്ടുപിടിക്കേണ്ടത്, ഈ ഓർഡിനേറ്റാ കണ്ടുപിടിക്കേണ്ടത് Z∝/2. അപ്പോൾ ഇതാണ് 0.025. കാരണം നമ്മൾ ആ തിയറി എഴുതിയപ്പോൾ അവിടെ എഴുതിയായിരുന്നു പ്രോബബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ Z∝/2 ആണ് നമ്മുടെ α/2. അതായത് നമ്മുടെ പ്രോബബിലിറ്റി ആണ് ഈ α/2. അപ്പൊ α/2 ആണ് 0.025. ഇനി എങ്ങനെയാ ഈ ഓർഡിനേറ്റ് Z∝/2 കണ്ടുപിടിക്കുന്നത്? ഈ 0 തൊട്ട് മൊത്തം ഇങ്ങോട്ട് 0.5 ആണ്. അപ്പൊ ഈ റീജിയൻ എത്രയാ? 0.5. അതായത് 0 തൊട്ട് Z∝/2 വരെയുള്ള റീജിയനെ നമ്മുടെ എവിടെയുള്ളൂ? ടേബിളിലുള്ളൂ അല്ലെ? അപ്പൊ ഈ റീജിയന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് എത്രയാ? 0.5 മൈനസ് 0.5
0.025 ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 0.475. അതായത് സീറോയ്ക്കും ഇസഡ് ആൽഫ ബൈ 2നും ഇടയ്ക്കുള്ള റീജിയൻ ആണ് 0.475 ആണല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? അപ്പൊ നമ്മൾ എവിടെ നോക്കണ്ട? 0.475 പ്രോബബിലിറ്റി ആണ് അല്ലെങ്കിൽ ഏരിയ ആണ്. അപ്പൊ നടുക്ക് നോക്കണം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 അല്ലെ? 1.96ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലെ 0.405. അപ്പം 1.2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 എന്ന് വരും. ഈ കണ്ടീഷൻ ശരിയാണോ? 1.2 ആണോ 1.96 ആണോ വലുത്? 1.96 ആ അല്ലെ? അപ്പം CR വെച്ച് പറയുന്ന ഇവര് നമ്മൾ CRൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വന്നത് 1.2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അപ്പൊ ഈ കണ്ടീഷൻ തെറ്റാണ് അല്ലെ? അപ്പം CR ഈസ് ഫോൾസ്. CR തെറ്റല്ലേ? CR തെറ്റാണ്. അപ്പൊ എന്താ ഇതിനകത്ത് മനസ്സിലാക്കണ്ടേ? CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പം ക്രിട്ടിക്കൽ റീജിയനിൽ ആ വാല്യൂ വരുവാണെങ്കിലാണ് നമ്മൾ റിജക്ട് ചെയ്യണേ. അപ്പൊ CR ഫോൾസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലായ? CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ആണ്. നമ്മൾ റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്ന റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പം ആരെ റിജക്ട് ചെയ്യുന്നത്? നമ്മൾ H0 റിജക്ട് ചെയ്യണോ വേണ്ടതെന്നല്ല തീരുമാനിക്കുന്നത്. അപ്പൊ CR ട്രൂ ആകുമ്പോഴാണ് നമ്മൾ റിജക്ട് H0 ചെയ്യുന്നത്. അപ്പൊ CR ഫോൾസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അക്സെപ്റ്റ് H0 ചെയ്യണം അല്ലെ? അക്സെപ്റ്റ് H0 ചെയ്യണം. എന്തായിരുന്നു നമ്മുടെ H0? H0 എന്തായിരുന്നു? മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ0 എന്നുള്ളതല്ലേ നമ്മുടെ H0. അതിന്റെ അർത്ഥം എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു 170 എന്നുള്ളതാണ് നമ്മുടെ H0. മ്യൂ ഈസ് ഈക്വൽ ടു 170 എന്നുള്ള കാര്യം ശരിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ അസംഷൻ ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? മീൻ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ കോളേജസ് 170 എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് എഴുതും. മനസ്സിലായെന്ന് ഒന്നുകൂടെ വിചാരിക്കുന്ന ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മുടെ CR എന്ന് പറഞ്ഞാൽ 1.2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 എന്നാണ് വന്നത് അല്ലെ? അപ്പൊ ഈ കണ്ടീഷൻ എങ്ങനെയാ? തെറ്റല്ലേ? 1.2 ചെറുതാ. 1.2 ഗ്രേറ്റർ ദാൻ 1.96 എന്നായിരുന്നു നമ്മുടെ CR. ഈ കണ്ടീഷൻ തെറ്റാണ്. അതിന്റെ അർത്ഥം CR തെറ്റാണ്. CR ശരിയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്താൽ മതി. CR ഫോൾസ് ആകുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്തോണേ. അപ്പം CR എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്? CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. അത് റിജക്ഷൻ റീജിയൻ ആണ്. അപ്പോൾ അവിടെ H0നെ റിജക്ട് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പൊ CR തെറ്റായിട്ട് വന്നാൽ റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അക്സെപ്റ്റ് H0 എന്ന് പറഞ്ഞാൽ നമ്മുടെ H0 എന്താ? മ്യൂവിന്റെ വാല്യൂ 170 എന്നുള്ളതാണ് H0. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മീൻ height of the students of the colleges 170 centimeter എന്നാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.